പിന്നെ ഏതായാലും എടുത്താല് നമ്മുടെ ഈ തെളിവുകൊണ്ട് നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ ക്യാമറയുടെ മുന്നിലും നമ്മുടെ അടുക്കളക്കകത്ത് ബെഡ്റൂം ഒരു അടുക്കള ഹോളും അടുക്കളയും ഒന്നിച്ചും ബെഡ്റൂമും ഉള്ള ഫ്ലാറ്റില്ല. അപ്പൊ അതിനകത്ത് രണ്ടിനകത്തും നമ്മൾ വാഷ്റൂമിനകത്തായാലും ടോയ്ലറ്റിനകത്തായാലും ക്യാമറ വെച്ചിട്ടില്ല. അതിനകത്ത് മാത്രമേ ക്യാമറ ഇല്ലാത്ത, അല്ലാതെ നമ്മുടെ ഫ്ലാറ്റിനകത്ത് ക്യാമറ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഉറങ്ങുന്നത് വരെ കാണുന്ന ക്യാമറ ഉണ്ട്. അത് തന്നെ നമ്മള് ഒരു മണിക്കൂറിൽ രണ്ട് എവിടെ ആളുകൂടാന്നുള്ളത് നമ്മൾ അപ്ലോഡും ചെയ്യുന്നുണ്ട്. ആളുകൂടാന്നുള്ളത് ആ ആ ആ ആ ഇതിലെ ഇപ്പഴേ നമുക്ക് കുറെ കാര്യം നമ്മൾക്ക് അന്നൊന്നും കുറെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പഴേ നമുക്കെല്ലാം മനസ്സിലായിരുന്നു. ഇവരുടെ ഇവരുടെ ഉദ്ദേശം പോലെന്ന് അറിയാമോ? എന്നിട്ടും നിങ്ങൾ തെറ്റിയതൊക്കെ വലിയ നാടകമായിരുന്നു. ഇവ എന്നെ എങ്ങനെയെങ്കിലും ഇപ്പം ഉണ്ടല്ലോ, ഇവരും വലിയ കളി ഇവരിങ്ങനെ ഓരോന്നൊക്കെ കൊടുത്ത് കൊല്ലുന്നവരാണ്. ഇങ്ങനെ സ്നാപ്പിംഗ് പോയിന്റ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ തന്നെ കൊണ്ടേക്ക് ഇവർക്കും ഇവരും കൂടെ കൊടുക്കാം. എന്നിട്ട് എന്റെ വസ്തുവൊക്കെ എല്ലാം കൂടെ ഒന്നിച്ചില്ല. അവർക്ക് 5-6 ഏക്കർ വസ്തു ഇവരും പിന്നെ കുറെ വസ്തു എല്ലാം ഒന്നിച്ചപ്പോ വലിയ രാജീവായിട്ടൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. എന്നെ കണ്ടുവരുത്താൻ ഒത്തിരി നോക്കി കണ്ടുവരുത്താൻ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കൊച്ച് തിരുവല്ലേ കൊണ്ട് ചങ്ങനായി ചേർത്തല കോളേജില് MBA പഠിക്കുക. MBA അല്ലേ, ബികോം. എന്നിട്ട് അവളെ വിളിക്കാൻ പോകുന്നില്ല. നമ്മള് വർഷത്തിൽ 1-2 വിളിച്ചോട്ടോ. നമ്മളെ വിളിച്ചിട്ടേ പിന്നെ പറയണം ഓ അങ്ങനെ ഇത് നമ്മള് വിളിക്കാത്തതാണ് നല്ലത്. എന്താന്ന് വെച്ചാലേ ഒരാളുടെ കൂടെ നിൽക്കുന്ന ഒരാളിനെ നമ്മൾ വിളിക്കരുത്. വിളിക്കണോ? പൈസ അയച്ചിട്ടുണ്ടോ? എന്റെ വീട്ടിൽ കിടക്കുന്നതിന് പൈസ അയച്ചിട്ടുണ്ടായോ? എന്നാ ഞാൻ എറണാകുളത്ത് നിങ്ങൾക്കറിയാതെ 2 ജോലി നിങ്ങളുടെ കൂടെ നിന്നാ എത്തിയത് ജോലിക്ക് വല്ലാതെ റെക്കമെന്റോ ഒപ്പമെന്റോ വല്ലതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കണ്ട് എന്റെ സംസാരമൊക്കെ തന്നെ എടുത്തതാണോ അല്ലയോ? നിങ്ങൾ പറയാൻ എന്നിട്ട് അവിടുന്ന് നമ്മളെ ഓടിച്ചില്ലേ? ഓടിച്ചു. അത് കഴിഞ്ഞ് എനിക്കറിയാവുന്ന ഓടിച്ചിട്ട് അവിടെ എനിക്ക് ജോലി കിട്ടി. അവിടെ നമ്മൾ ജോലി ചെയ്തോണ്ടിരുന്നത് ഇവന്മാര് തന്നെ ഓടിച്ചെന്നിട്ട് പോവാ. നമ്മള് ട്രെയിനിൽ കയറിയപ്പോ അവന്റെ ഫോണില് ഇവരെ വിളിക്കുന്നത് ഇതേന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമില്ലയോ? നിങ്ങള് പ്രതീക്ഷത്ത് പോകുന്ന നിങ്ങള് പിണക്കമുള്ളവരെല്ലാം അറിയുവാണോ? അവരുടെ നമ്പറെല്ലാം പിണക്കമുള്ളവരെ അറിയുവോ? ഇവന്മാരെന്തിനാ പ്രതീക്ഷത്തേന്റെ പോയി നടക്കുന്നത്? അപ്പൊ എന്റെ സ്വത്തും പറയാനാണെങ്കിൽ എന്നെ കൊണ്ടേ കഴിച്ചു മാറ്റി എടുക്കാനില്ലയോ? കേൾക്കാൻ വയ്യ. എന്തോ നിങ്ങളുടെ മക്കളൊക്കെ എന്തോ
എത്ര രൂപയ്ക്കാ കൊടുക്കുന്നത് ഇത്? എത്ര രൂപ കൊടുക്കുന്നത്? ആ ഏ ആ ആ ആ ഏ ആ ആ ആ ആ ആ ഇല്ലില്ലില്ല. നമ്മള് വരുന്നതിന് വരുന്നത് വന്നാൽ നമ്മളെ എന്തുവാ ഇത് എങ്ങനെങ്കിലുമൊക്കെ പ്രാർത്ഥനയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നവന്മാരെ ഇവന്മാരെ മനസ്സിലായോ? ഏ ഏ ആ അല്ല ടീച്ചറെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ നമ്മുടെ ഈ ക്യാമറയുടെ കീഴിൽ ഇരുന്നാൽ നമ്മൾ കണ്ടെത്തും അത് നമ്മുടെ നിങ്ങൾ കഴിച്ചില്ലേ വാടക വാടക നീരെന്താ വാടകയ്ക്ക് കിട്ടത്തില്ലയോ കിട്ടുമോ? അതുപോലെ വാടക കൊടുക്കുന്നതിന്റെ റെസീറ്റ് തരുമോ ഇല്ലയോ? വാടക തന്നു വാടക കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തരത്തില്ലയോ? ഏ ആ ഇവിടെ നമ്മൾ പോകുന്നിടത്തെല്ലാം വാടക കാശായിട്ട് കൊടുക്കണം, ഓൺലൈനായിട്ട് കൊടുക്കരുതെന്ന് വെച്ചാൽ ഞാൻ വേറെ എങ്ങാണ്ടൊക്കെയാണ് കൊടുക്കുന്നതിനൊക്കെ കടകൾ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ കുറെ കടകൾ ഉണ്ടാക്കാനായിട്ട് രണ്ട് ആണുങ്ങളുടെ കൂടെ ഒക്കെ കൊടുക്കുന്നത് കടകളുണ്ടാക്കി കാശ് വാങ്ങിക്കുന്ന അമ്മച്ചി എന്ന് പറഞ്ഞ വീട്ടുകാരനെ ടിറ്റൂപ്പിക്കൊക്കെ നല്ല ടിറ്റൂപ്പിയെ കുറിച്ചുള്ള എന്റെ അമ്മച്ചി ഇപ്പൊ പറയുന്നത് ടിറ്റൂപ്പിയുടെ സ്വത്തൊക്കെ എല്ലാം ബാങ്ക് കൊണ്ടുപോയെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഹലോ ആ ടിറ്റൂപ്പിയുടെ സ്വത്തെല്ലാം ബാങ്ക് കൊണ്ടുപോയി. അതൊക്കെ കഥയെന്ന് വെച്ചാൽ ഇപ്പം ഈ വസ്തു ഇങ്ങനെ ഇൻഷർ ചെയ്യാമല്ലോ, അതറിയാവോ? ഏതാ ഏ ഇവന്മാർക്കൊന്നും കൊടുക്കുന്നുണ്ട്. എനിക്കൊരു വർക്കില്ലയോ? അതുപോലെ ഇവന്മാരൊക്കെ ഞാൻ 10-90 പൈസ അങ്ങനെയല്ലേ ചാവുള്ളൂ. ഇവന്മാർക്കൊക്കെ 88 പൈസയൊക്കെ ആയി. ഇവന്മാരൊക്കെ ചാവുന്നതോടെ ഞാൻ തരാം. വന്നിട്ട് എന്റെ വസ്തുവൊക്കെ നോക്കാം. എന്താ നോക്കിയിട്ട് ഇതുപോലെ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം അന്നേരം. ഏഹ് 88 വയസ്സൊന്നും കിടന്നി നീ എത്ര നാൾ കിടക്കും? ഏഹ് ആ എന്താ എന്താ ടീച്ചറെ? അതൊക്കെ എന്റെ അല്ല കൊച്ചിന് കൊടുക്കേണ്ടതൊക്കെ എന്തോ അവനല്ലേ ആദ്യം കൊടുക്കേണ്ടത്. അവൻ കൊടുക്കേണ്ട അവനിപ്പോ കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഇവനാണെങ്കിലേ അവളെ എന്നെ എങ്ങനെയെങ്കിലും കൊന്നേച്ചിട്ട് അവളെ കെട്ടാൻ വിചാരിച്ചത് എന്നെ തെറ്റിയത്. ഇതെല്ലാം കൂടി ഇവിടുമാരെല്ലാം അറിഞ്ഞാട്ടുള്ളതായിരുന്നു. കാരണം എന്നോടിപ്പം പറഞ്ഞ് ഇവരെയൊന്നും കൊച്ചുങ്ങൾ വേണ്ട, കൊച്ചുങ്ങളുണ്ടായ ഇതുപോലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഏഹ് എന്നിട്ട് അത് കഴിഞ്ഞ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴേ ഇവന്മാരെന്നെ അവരെല്ലാം കൊണ്ടൊന്ന് നടപ്പായിരുന്നു. എങ്ങനെയെങ്കിലും അബോർഷൻ ആക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അതുപോലെ ആ മുക്കും രണ്ടും കൂടെ ഉണ്ട്. ഇപ്പം ഇന്ന് രാവിലെ വെളുപ്പിന് ഇന്നലെ 12 മണിയായപ്പം അവരുടെ അമ്മ വീടുണ്ട്. നാളെ വൈകിട്ട് വരും. എന്നിട്ട് ഞാനും ഉപ്പും കൂടെ താമസിക്കുന്നത്. ഞാൻ വേറെ ആളുകളുടെ കൂടെ ഉപ്പും വേറെ ആളുടെ കൂടാന്നൊക്കെ കടല ഉണ്ടാക്കുന്നത്. ഇവിടെ